ഓരോ മാസവും ഏതാണ്ട് ശരാശരി 2 ലക്ഷം രൂപ ചികിത്സാ ധനസഹായമായിട്ട് താഴെത്തട്ട് പാവത്തുങ്ങൾക്ക് അവരുടെ സാഹചര്യങ്ങൾ അന്വേഷിച്ച് കിട്ടേണ്ടവർക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. എത്രയും വയ്യാതെ കിടക്കുന്നവരല്ലേ, അവർക്ക് നല്ല വൃത്തിയായിട്ട് ഇച്ചിരി ആഹാരം കൊടുക്കാൻ പറ്റി. അതല്ലേ നമുക്ക് എത്രയും കിട്ടുന്ന പടച്ചോൻ നല്ല ഇത് കൊടുക്കട്ടെ, അവർക്ക് ആയുസ്സിന് വില കൊടുക്കട്ടെ. കൊല്ലം ജില്ലയിലെ റെയിൽവേ സ്റ്റേഷന് സമീപം ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു മഹാക്ഷേത്രമാണ് ശ്രീ പുതിയകാവ് ഭഗവതി ക്ഷേത്രം. വർഷങ്ങളായിട്ട് ഇവിടെ ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു. പക്ഷേ അന്ന് മുതൽ ഇതിൻ്റെ ഭാരവാഹികളായിട്ടുള്ളവർ അത് പരിപാലിക്കുകയും അതിന് അവിടെ വരുന്ന ഭക്തജനങ്ങളുടെ വിശ്വാസങ്ങളും നിരവധി പൂജാ കാര്യങ്ങളുള്ള ഈ പുതിയകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കിട്ടുന്ന ഭക്തജനങ്ങൾ കൊടുക്കുന്ന അവിടെ ദക്ഷിണ സമർപ്പിക്കുന്ന ആ പൈസയിൽ നിന്നും അവിടുന്ന് കിട്ടുന്ന കാര്യങ്ങളെല്ലാം ആ പൈസ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും അവിടുത്തെ അത്ഭുതങ്ങളും ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്നുമൊക്കെ നമുക്ക് കണ്ടറിയാം. അതിൻ്റെ സെക്രട്ടറിയുമായിട്ട് നമുക്ക് സംസാരിക്കാം. നിലവിൽ നമ്മുടെ ക്ഷേത്രഭരണം ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, കലുഷിതമായൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളുടെ ഭരണത്തിന് ഒരു മാതൃക എന്നുള്ള നിലയ്ക്കാണ് പുതിയകാവ് ക്ഷേത്ര ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ. നമുക്കിവിടെ അമ്മയ്ക്ക് കിട്ടുന്ന സമ്പത്തിൻ്റെ നല്ല ഒരു ശതമാനം ഓരോ മാസവും ഏതാണ്ട് ശരാശരി 2 ലക്ഷം രൂപ ചികിത്സാ ധനസഹായമായിട്ട് താഴെത്തട്ട് പാവത്തുങ്ങൾക്ക് അവരുടെ സാഹചര്യങ്ങൾ അന്വേഷിച്ച് കിട്ടേണ്ടവർക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. അതിൽ തന്നെ നമ്മളിപ്പം ഒരു ജാതിയോ മതമോ ഒന്നും നമ്മൾ നോക്കാറില്ല. എല്ലാ വിഭാഗത്തിലും കഷ്ടത അനുഭവിക്കുന്ന ആരായാലും അവർക്കൊക്കെ നമ്മുടെ അർഹതപ്പെട്ടവർക്ക് ആ കിട്ടണം എന്നുള്ളത്. അത് നമ്മൾ ക്രിസ്ത്യൻസിന് കൊടുക്കുന്നുണ്ട്, മുസ്ലിംസിന് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഹിന്ദുസിന് കൊടുക്കുന്നുണ്ട്. അതിൽ വിവേചനമില്ല. അപ്പോൾ എല്ലാവർക്കും അമ്മയുടെ കരങ്ങളിൽ നിന്ന് ആ ശക്തി കിട്ടണം, ആ സമ്പത്ത് കിട്ടണം, ഒരു ചികിത്സാ ധനസഹായം കിട്ടണം എന്നതിൽ അത് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ നിരാലംബരായിട്ടുള്ള കുട്ടികൾ വിദ്യാഭ്യാസപരമായിട്ട് ഒട്ടും പഠിക്കുകയും പക്ഷേ അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ പഠിക്കാൻ ബുദ്ധിപരവും താല്പര്യം ഉണ്ടെങ്കിലും പക്ഷേ സാമ്പത്തികമായിട്ട് ഇല്ലാത്തവർ അവരെയും നമ്മൾ സമൂഹത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി അവർക്കും ചെറിയ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതൊക്കെ വളരെ റെയറായിട്ടാണ്. വിവാഹം നടത്താൻ ഒരു നിവൃത്തിയുമില്ല, അങ്ങനെ വരുന്നവർക്ക് ചെറിയ രീതിയിലൊരു ധനസഹായം അത്യത്തിലും ചെയ്യുന്നുണ്ട്. അപ്പം സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിൽ ഇത്തരത്തിൽ വിദ്യാഭ്യാസം, ചികിത്സ, വിവാഹം, ഭക്ഷണം, അന്നദാനം ഇതൊക്കെയാണ് പ്രധാനം. അതുപോലെ തന്നെ നമ്മളെല്ലാ കഴിഞ്ഞ ഒരു 10-40 വർഷമായിട്ട് ജില്ലാ ആശുപത്രിയിൽ നമ്മൾ അന്നദാനം നടത്തുന്നുണ്ട്. നമ്മളിതൊരു വലിയ പബ്ലിസിറ്റി കൊടുക്കാറില്ല. കാര്യം ഭഗവാൻ നമുക്ക് തരുന്ന സമ്പത്തിൻ്റെ ഒരു ഭാഗം അന്നമായിട്ട് കൊടുക്കുമ്പോൾ അതിന് പരസ്യത്തിൻ്റെ ശരിക്കും ആവശ്യമില്ല. അമ്മയുടെ കഞ്ഞി വർഷങ്ങൾ, കാരണം എനിക്കിപ്പം 53 വയസ്സ് കഴിഞ്ഞ് 54, എൻ്റെ പൊടിനാൾ മുതൽ ഞാനിവിടെ കാണുന്നതാണ്. അന്നവും ദാനവും ധർമ്മവും എല്ലാം പുതുകാവി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് കൊടുക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകും. അല്ല, ഇത് ഈ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുന്ന ആർക്കും പരസ്യം ചെയ്യലോ ഒന്നും ചെയ്യലില്ല. ഇല്ല, ആദ്യമായിട്ടാണ് ഇപ്പം ഇങ്ങനൊരു സംഭവം. അത് നമ്മളായിട്ട് വന്ന് അറിഞ്ഞ് എടുക്കുന്നതാണ്. കാരണം ഈ നല്ല പ്രവർത്തികൾ, സൽപ്രവർത്തി ചെയ്ത് ജനങ്ങൾ അറിയണ്ടേ. സൽപ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല ഭക്തിപരമായാണ് അന്നം കൊടുക്കുന്നതും. പിന്നെ രോഗികളോടായാലും എല്ലാവരോടും നല്ല രീതിയിലുള്ള പ്രവർത്തനം എല്ലാം നടക്കുന്ന അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ട്. ക്ഷേത്രത്തിലൊക്കെ പോകാറുണ്ടോ? അവിടെ ക്ഷേത്രത്തിൽ പോകാറുണ്ട്. ഞാൻ അവിടുത്തെ പൊങ്കാലയ്ക്ക് പോകുന്നുണ്ട്. പിന്നെ നാരങ്ങ വിളക്കെടുക്കാൻ ഞാൻ പോകുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് കന്നിമാസത്തിലെ പൂജയുടെ അന്ന് കുഞ്ഞുങ്ങളെ വിളക്കെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ നേർച്ചകളും ഞാൻ മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു വലിയൊരു ഓപ്പറേഷൻ വന്ന് പുതുകാവിലെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എന്നെ അമ്മ തിരിച്ചു കൊണ്ടു തന്നത്. ഭയങ്കര അവിടുന്നൊരു പ്രസാദം മാതിരിയാണ് ഈ കഞ്ഞിയും പയറും കാലത്തെ കിട്ടുക പറഞ്ഞാൽ. പിന്നെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രസാദം മാതിരിയാണ്, അനുഗ്രഹമാണ്. പിന്നെ വിപുലമായ സദ്യ, ഓണസദ്യ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോരുത്തർക്കും വേണ്ടി അമ്മയുടെ അനുഗ്രഹത്തോടെ കൊടുക്കുന്നുണ്ട്. എന്തിനാ ക്യൂ നിൽക്കുന്നത്? കഞ്ഞി മേടിക്കാനാ? എന്താ അസുഖമായിട്ടാ വന്നേ? മോളെ കൊച്ചിന് സുഖമില്ല. മുന്നേ ഒക്കെ അസുഖമായിട്ട് ജില്ലാ ആശുപത്രി വന്നിട്ടുണ്ടോ? എന്റെ ചെറുപ്പത്തിലേ വരുന്നുണ്ട്. അന്നും ഇത് കണക്ക് കാലത്തെ പുതിയാവിൽ അമ്മയുടെ കഞ്ഞി ഇവിടെ കൊടുക്കുന്നറിയാവോ? കുശിനി ഉണ്ടായിരുന്നു. അന്ന് അപ്പുറം കഞ്ഞി കൊടുക്കുന്ന ഇതുണ്ടായിരുന്നു, റൂം ഉണ്ടായിരുന്നു.
അന്നേ അറിയാം പുതിയ അമ്മയിലെ കഞ്ഞി അവിടെ കൊണ്ടുവരുന്നത്. അല്ല വർഷങ്ങൾ കൊണ്ടേ കൊടുക്കുന്നു. ഏതാണ്ട് ഒരു 10-35 വർഷമായിട്ട് കാലത്തെ അവിടുത്തെ ഇങ്ങനെ ഇത് കിട്ടുന്ന നല്ലൊരു ഇതാ. എന്ന് വെച്ചാൽ എത്രയും വയ്യാതെ കിടക്കുന്നവരല്ലേ, അപ്പൊ അവർക്ക് നല്ല വൃത്തിയായിട്ട് ഇച്ചിരി ആഹാരം കൊടുക്കാൻ പറ്റി. അതല്ലേ നമുക്ക് എത്രയും കിട്ടുന്ന പടച്ചവും നല്ല ഇത് കൊടുക്കട്ടെ, അവർക്ക് ആയുസിന് വില കൊടുക്കട്ടെ. അത് അവിടെ കാലത്തെ ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷമാണ് 8:30 ശേഷമാണ് കൊണ്ടുവരുന്നത്. എല്ലാ ദിവസവും അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. കൊള്ളാം, കഞ്ഞിയും കൊള്ളാം. എന്ത് മേടിക്കാൻ നിൽക്കുകയാണ്? കഞ്ഞി മേടിക്കാൻ വർഷങ്ങളോളം കൊണ്ടുള്ളല്ലേ അമ്മയുടെ ഒരു അനുഗ്രഹമാണ്. അവിടുത്തെ ഭഗവതിയുടെ കഞ്ഞി എന്നുള്ള ഒരു അനുഗ്രഹം കൂടെ ഉണ്ട്. അസുഖങ്ങളും മാറാൻ ഒരു പെട്ടെന്നൊരു മനസ്സിനൊരു ആശ്വാസമുണ്ട്. എൻ്റെ ഭർത്താവിന് ക്യാൻസറാണ്. അപ്പം അതുമായിട്ടാണ് ഇവിടെ വന്നത്. ഈ നേരത്തെ ഇവിടെ കാലത്തെ കഞ്ഞി ഉള്ള കാര്യം അറിയാം അമ്മയുടെ. ഒത്തിരി കാലം കൊണ്ടേ അറിയാം. കഴിഞ്ഞ 40 വർഷത്തിന് മുകളിലായി ജില്ലാ ആശുപത്രിയിൽ കാലത്തെ കൊല്ലം പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്നും ഏതാണ്ട് പൂജ 8:30 പൂജ കഴിഞ്ഞാൽ ഉടനെ അവിടുന്ന് പ്രാരംഭമായിട്ട് കഴിക്കാനുള്ള കഞ്ഞിയും പയറും എല്ലാ ദിവസവും ഏതാണ്ട് 50 വർഷത്തിനോട് അടുക്കുന്നു ഇവിടെ കാലത്തെ കൊണ്ടുവന്ന് കൊടുക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അതിന് യാതൊരുവിധ പരസ്യങ്ങളോ അല്ലെങ്കിൽ അതിന് ഒരു മുടക്കവും ഇല്ലാതെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. തിരുവോണ ദിവസം അന്ന് പായസത്തോടൊപ്പം സദ്യ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ഈ കോവിഡ് വന്ന സമയത്തെല്ലാം ഈ പുതിയകാവിൽ നിന്നാണ് ഈ ഭക്ഷണം കിട്ടാതെ കിടക്കുന്ന ജനങ്ങൾക്കെല്ലാം പ്രഭാത ഭക്ഷണവും അന്നദാനവും എല്ലാം കൊടുക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് പുതിയകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. എല്ലാ ദിവസവും ഇവിടെ കാലത്തെ ജനങ്ങൾ, ഇവിടെ രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ വരുന്ന പ്രഭാത ഭക്ഷണത്തിനായിട്ട് പുതിയകാവ് അമ്മയുടെ അവിടുന്ന് ഒരു പ്രസാദമായിട്ട് തന്നെ അവർ കരുതിക്കൊണ്ട് അവിടെ തന്നെ വെച്ച് കൊണ്ടുവരുന്ന കഞ്ഞിയും പയറവും അല്ലെങ്കിൽ അതിനുള്ള കറിക്കൂട്ടുകളുമായിട്ടാണ് ഇവിടെ വർഷങ്ങളായിട്ട് ഇത്തരം യാതൊരു മുടക്കവുമില്ലാതെ കാലത്തെ എല്ലാ ദിവസവും കൊണ്ടു കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. മറ്റ് അനവധി പ്രത്യേകതകൾ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിൽ വരുന്ന വരുമാനത്തിൻ്റെ ഭാഗങ്ങളായിട്ട് പലവിധ നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു മഹാസൽക്കർമ്മമായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയും. നിരവധി ജനങ്ങളാണ് കാലത്തെ അമ്പലത്തിൽ നിന്നും വരുന്ന ഈ കഞ്ഞി കുടിക്കാനായിട്ടും അല്ലെങ്കിൽ അതൊരു അവിടുത്തെ ഒരു പ്രസാദം മാതിരി കണ്ടുകൊണ്ട് അത് കഴിച്ച് അവരുടെ അസുഖങ്ങൾ മാറാനായിട്ടും ആ കഞ്ഞി കുടിക്കുമ്പോൾ അവരുടെ മനസ്സിനും ഒരു ശാന്തിയും സമാധാനവും കിട്ടുന്ന കാഴ്ചയാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഏതാണ്ട് 50 വർഷത്തിനോട് അടുക്കുന്ന ഈ ഒരു സൽപ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുടങ്ങാതെ അതൊരു സേവനമായിട്ട് ചെയ്യുന്ന നിരവധി അവിടുത്തെ ഈ ഭക്തജനങ്ങളാണ് ഇത് ചെയ്യുന്നത് എല്ലാ ദിവസവും. ആ കാഴ്ചകളാണ് നമ്മളിവിടെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കണ്ടത്.